കേരളത്തിൽ വില കുറഞ്ഞ സമയങ്ങളിൽ നമുക്ക് വില കുറച്ച് കറണ്ട് വൈദ്യുതി തരണം എന്നിട്ട് പറയാം ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വൈദ്യുതി തരാൻ പാടും എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് 2 രൂപയ്ക്കും 1 രൂപയ്ക്കും 50 പൈസയ്ക്കും വൈദ്യുതി കൊടുക്കാം, 1 പൈസയ്ക്ക് വൈദ്യുതി കൊടുക്കാൻ പറ്റുന്ന സമയങ്ങളുണ്ടാവും, മാസങ്ങളുണ്ടാവാം. ആ സമയത്ത് കേരളത്തിലെ വ്യവസായ സംവിധാനങ്ങളെ അതുപോലത്തെ ഉയർത്താം. വലിയ രീതിയിൽ ഇലക്ട്രിസിറ്റി ആവശ്യം വരുന്ന വ്യവസായ സ്ഥാപനങ്ങളെ വില കുറഞ്ഞ് കറണ്ട് കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ മാറ്റാൻ പറ്റില്ലേ? KSEB എന്താ ചെയ്യുന്നോണ്ടിരിക്കുന്നത്? ഒരേ താരിഫാണ് അല്ലേ? ഒരേ താരിഫാണ്. ആ ഒരേ താരിഫ് ഇട്ടിട്ട് നമുക്ക് വൈദ്യുതി വിൽക്കുകയാണ്. അപ്പം ഏതെങ്കിലും സമയത്ത് നമുക്ക് വില കുറച്ച് തരുന്നുണ്ടോ? അപ്പം വില കൂടിയ സമയങ്ങളിൽ വൈദ്യുതി മേടിച്ചു തരേണ്ട ഉത്തരവാദിത്തം KSEBക്ക് ഉണ്ട്. അതിനാണ് പറയുന്നത് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വേണം എന്ന് പറയുന്നത്. പൂക്കി ഗവൺമെൻറ് ഉണ്ടായാൽ പോരാ. ചിരി കൊണ്ട് കാര്യങ്ങൾ നടക്കില്ല. കാലത്തിൽ വില കുറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾ വില കുറഞ്ഞ് വൈദ്യുതി തരാത്ത സമയത്ത് വില കൂടിയ സമയങ്ങളിൽ ഞങ്ങൾ പറയുന്ന വിലയ്ക്ക് തരണം, നിങ്ങൾ നിശ്ചയിച്ച വിലയ്ക്ക് തരണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇരട്ടി വിലയ്ക്ക് വാങ്ങി തരണമെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ കേരളത്തിൽ അരമണിക്കൂർ പവർ കട്ട് ഉണ്ടാകുകയോ അല്ലെങ്കിൽ 1 മണിക്കൂർ പവർ കട്ട് ഉണ്ടാകുകയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞങ്ങൾ ഇരട്ടി വിലയ്ക്ക് മേടിച്ച് തരണോ ചോദിച്ചാൽ ഇരട്ടി വില മേടിച്ച് തരണം. കേരളത്തിൻ്റെ ഏകദേശം ഭൂപ്രകൃതിൻ്റെ ഇരട്ടി വലിപ്പമുണ്ടല്ലോ തമിഴ്നാടിന് ഇല്ലേ? തമിഴ്നാട്ടിലെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് മുഴുവൻ ഫ്രീ ആണ് വൈദ്യുതി അവിടെ ഫ്രീ. കർണാടകയിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്ത് നിലപാടാണ് ഈ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്നത്? എന്തെങ്കിലും നിലപാട് എടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ഞങ്ങൾ 60 ദിവസമായിട്ടില്ല വന്നിട്ടുള്ളത്. 60 ദിവസമായില്ല, 1 ദിവസമായാലും ഇന്നത്തെ വൈദ്യുതി ഇന്നത്തെ പൈസ കൊടുത്ത് മേടിക്കണം വേണ്ടേ? ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. 4830 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിൽ ആവശ്യമുള്ള സമയത്ത് ഏതെങ്കിലും സമയങ്ങളിൽ ഇങ്ങനൊരു കട്ടുണ്ടായിട്ടുണ്ടോ? വേണ്ട. 5000 മെഗാവാട്ട് വൈദ്യുതി ആവശ്യം വന്ന സമയത്ത് കേരളത്തിൽ കട്ടുണ്ടായിട്ടുണ്ടോ? 5000 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടായ സമയത്ത് കട്ടില്ല. 6030 വരെ കേരളത്തിൽ കട്ടുണ്ടായിട്ടില്ല. 6030 മേലെ വൈദ്യുതി ആവശ്യം വന്ന സമയത്താണ് പീക്ക് ലോഡ് മാനേജ്മെൻറ്റ് നടത്തുകയും കേരളത്തിൽ വൈദ്യുതി കട്ടുണ്ടാവുകയും ചെയ്തത് അല്ലേ? ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 4800 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് കട്ട് വരുന്നത്? അപ്പോൾ എന്താ കട്ട് വരുന്നത്? അവിടെ ഇരിക്കുന്നവർക്ക് കാര്യം അറിയത്തില്ല. അവിടെ പോയിരിക്കുന്ന ആൾക്കാർക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ഇതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അരുൺ സാർ നേരത്തെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ കേരളത്തിലെ മന്ത്രിയോട് വെറുതെ വിളിച്ച് ചോദിച്ചോളൂ, ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്തിൽ ഇപ്പോൾ വൈദ്യുതി ബാക്കിയിരിക്കുന്നുണ്ട്, ഇപ്പോൾ വൈദ്യുതി തരാൻ പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെ അറിയാമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെ അറിയാമെങ്കിൽ ഇത് പറയത്തില്ല. കാരണം 10 രൂപയ്ക്ക് 11 രൂപയ്ക്ക് നിങ്ങൾ ഗൂഗിൾ നോക്കിയ വൈദ്യുതി കിട്ടുമെന്ന്. 10 രൂപയ്ക്ക് 11 രൂപയ്ക്ക് കമ്പനികൾ വൈദ്യുതി കൊടുക്കുന്നുണ്ട്. ബഹുവർഷ കുത്തക കമ്പനികൾ കൊടുക്കുന്നുണ്ട് വൈദ്യുതി. 3 കോടി രൂപയാണ് ഉണ്ടാക്കിയത്. അതാ പറയുന്നത് 2 മാസം കൊണ്ട്. അതാ പറയുന്നത്. കാരണം കുത്തക കമ്പനികളാണ് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. നിങ്ങളെന്താ വിചാരിക്കുന്നത് ഇവിടെ ഇന്ത്യയിലെ കുത്തക കമ്പനികളൊന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്?